മോൻ ട്യൂഷന് പോയിട്ട് വന്നപ്പോൾ പൂച്ചയും ഒരു കുഞ്ഞ് പാമ്പുമായി ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രത്തിലും ന്യൂസ് പേപ്പറിലും കണ്ടുകൊണ്ടിരുന്ന വാർത്തയാണ് പാമ്പിൻ്റെ ശല്യം കൂടുതലാണ് എന്ന്. ഇതറിഞ്ഞതു മുതൽ തന്നെ ഞാൻ ചെടികളും എല്ലാം തന്നെ വെട്ടിയൊതുക്കി നിർത്തിയിരുന്നു. ഇതാണ് നമ്മുടെ പൂച്ച സാർ. ഇവൻ എവിടെയും കയറി കിടക്കും. നമ്മുടെ ബെഡായാലും അവന് അതൊന്നും പ്രശ്നമല്ല. അവന് നമ്മുടെ ബെഡിൽ കിടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. ഒരു പാമ്പിനെയും കളിച്ചുകൊണ്ട് ഇവൻ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് മൂത്ത മകൻ കയറി വന്നത്. അവൻ കണ്ടപ്പോഴേ പേടിച്ചു പോയി. വ്യക്തമായി കാണാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ തൊമ്മൻ. ഇവൻ്റെ ഈ ഫോട്ടോയ്ക്ക് പല സമയങ്ങളിൽ കുട്ടികൾ എടുത്തു വച്ചിരുന്നതായിരുന്നു. ഇവൻ എവിടെയും കയറി കിടക്കും. ബെഡായാലും തറയായാലും അവന് ഇഷ്ടമുള്ളിടത്തേ അവൻ കിടക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള പൂച്ചയൊക്കെ ഉണ്ടോ? ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പൂച്ചകളെ ഇഷ്ടമാണോ? എല്ലായിടത്തും ഇപ്പോൾ ചെടികളും പച്ചക്കറികളും എല്ലാം കുറച്ചെങ്കിലൊക്കെ കാണും. ഈ സമയത്ത് നിങ്ങൾ കുറച്ചൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കാടും കാണും. ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ സമയത്തൊക്കെ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുക. ഇടയ്ക്കൊക്കെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എങ്ങനെ വന്നു എന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണെന്ന്. എന്നാൽ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇനി അതൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് കരുതുന്നു. ചെടി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നത് തന്നെയാണ് നല്ല ഭംഗി. ഈ മഴക്കാലത്ത് തന്നെ അല്ലെങ്കിലും ചെടികളിൽ പുഴുക്കളുടെ ശല്യമൊക്കെ കൂടുതലായിരിക്കും. ഈ സമയത്ത് കോതി നിർത്തിയിരിക്കുകയാണെങ്കിൽ ചെടികൾ നന്നായി തഴച്ച് വളരുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ? പൂച്ചയില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു പൂച്ചയെ വളർത്തുന്നത് നന്നായിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പോലെയൊക്കെ ജീവികൾ കയറി വരികയാണെങ്കിൽ പൂച്ചകൾ തന്നെ നോക്കിക്കോളും. ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മുടെ പച്ചക്കറികളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമൊക്കെയാണ് സാധാരണ വീഡിയോ ചെയ്യാറുള്ളത്.